എല്ലാം അറിയാം എന്നാൽ ഒന്നും അറിയില്ല എന്നുള്ള അവസ്ഥയിലാണ് മലയാളിയുടെ പ്രമേഹ രോഗ ചികിത്സയുടെ അവസ്ഥ. പ്രമേഹ രോഗമല്ല, എല്ലാ രോഗങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ്. പലപ്പോഴും ചികിത്സിച്ച് അല്ലെങ്കിൽ കെയർ ചെയ്ത് വല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് പ്രമേഹ രോഗം പലപ്പോഴും ഡോക്ടറെ അടുത്ത് വരുന്നത്. ശരിക്കും പ്രമേഹ രോഗത്തെക്കുറിച്ച് മലയാളിക്ക് കൃത്യമായി അറിയാമോ എന്ന് തന്നെ സംശയമാണ്. എന്താണ് പ്രമേഹം? എപ്പോഴാണ് നമ്മളിത് ചികിത്സ തുടങ്ങേണ്ടത്? നമ്മളിപ്പോൾ പ്രമേഹ രോഗി അല്ലെങ്കിൽ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? പലപ്പോഴും വിത്തൗട്ട് ചായയിൽ ഒതുങ്ങുന്നതാണ് നമ്മുടെ പ്രമേഹ ശ്രദ്ധ. പ്രമേഹം എന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും എന്തുകൊണ്ടാണ് മലയാളി ഇത്രയും പ്രമേഹ രോഗികളായി മാറുന്നത്? പ്രമേഹ രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ 3 ഘടകങ്ങളാണുള്ളത്. ആദ്യത്തേത് അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്, രണ്ടാമത്തേത് നമുക്ക് പ്രോട്ടീൻ, മൂന്നാമത്തേത് കൊഴുപ്പ്, പിന്നെ കുറച്ച് വൈറ്റമിൻസും കുറച്ച് മിനറൽസുമാണ് നമ്മുടെ ശരീരത്തിൽ ഭക്ഷണത്തിൻ്റെ രൂപത്തിൽ അകത്തോട്ട് ചെല്ലുന്നത്. നമുക്ക് ഈ ശരീരത്തിലോട്ട് ചെല്ലുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിയായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിക്കൊണ്ടുള്ള ഹോർമോണിൻ്റെ പേരാണ് ഇൻസുലിൻ. പ്രധാനമായും ഇൻസുലിൻ സ്വാധീനിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇൻസുലിൻ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായി അത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തെയും തുടർന്ന് പ്രോട്ടീൻ മെറ്റബോളിസത്തെയും തുടർന്ന് അത് കൊഴുപ്പിൻ്റെ മെറ്റബോളിസത്തെയും ബാധിക്കും. ഇൻസുലിൻ ശരീരത്തിൽ തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ് നമുക്ക് ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 2 പ്രമേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ഉണ്ട്, പക്ഷെ നാം സാധാരണയായി വരുന്ന ഭാഷ മുടിയനായ പുത്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്, പക്ഷെ എഫക്റ്റീവായിട്ട് ഒന്നും നടക്കുന്നില്ല. ആ തരത്തിലാണ് ഉള്ളത്. ചോദ്യം നമുക്കെല്ലാം അറിയാം, ഈ അടുത്ത് വന്നതായ ഒരു പ്രബന്ധത്തിൽ, മെഡിക്കൽ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ കേരളമാണ്. ഏകദേശം 4ൽ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 25% വ്യക്തികൾക്ക് പ്രമേഹം ഉള്ളതായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. പ്രമേഹമല്ല മാത്രമല്ല, അതോടൊപ്പം തന്നെ മറ്റ് എല്ലാ തരത്തിലുള്ളതായ ജീവിതശൈലി രോഗങ്ങളും ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. അതിന് കാരണങ്ങൾ പലതാവാം. പക്ഷെ ശരിയായൊരു ചോദ്യത്തിന് അല്ലെങ്കിൽ ശരിയായൊരു ഉത്തരം, ഇതിന് കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. പലരും പറയുന്നു അമിത ഭക്ഷണമാവാം, ഒരുപക്ഷെ ചില തരത്തിലുള്ളതായ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങളാവാം, ഒരുപക്ഷെ നമ്മൾ കഴിക്കുന്നതിൽ ഭക്ഷണത്തിൽ കൂടിയിട്ടുള്ളതായ അല്ലെങ്കിൽ കടന്നുകൂടിയിട്ടുള്ളതായ മറ്റ് പല വിഷവസ്തുക്കളാവാം എന്നൊക്കെ തരത്തിലുള്ള പോസ്റ്റുലേഷൻസ് ഉണ്ടെങ്കിൽ കൂടെ നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കാം. ആദ്യത്തേത് ജനിതകമായ കാരണം, അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബത്തെ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ടാവാം അങ്ങനെ സംഭവിക്കുന്നു. രണ്ടാമത്തെ പ്രശ്നം നമുക്കറിയാവുന്നത് പോലെ തന്നെ അമിതമായ ഭക്ഷണം. മൂന്നാമത്തെ കാരണം നമ്മളുടെ വ്യായാമമില്ലായ്മ. നാലാമത്തെ കാരണം നാം കഴിക്കുന്നതായ ചില മരുന്നുകളോ അല്ലെങ്കിൽ ചില ഭക്ഷ്യവസ്തുക്കളോ ഒരുപക്ഷെ ഈ പ്രമേഹത്തിന് നമ്മളിലോട്ട് ആകർഷിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള പല കാരണങ്ങളാണ് ഉള്ളത്. പക്ഷേ സത്യത്തിൽ നിരാശാജനകമാണ്, ഇന്നും ഇതിന് കാരണം എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ചുരുക്കത്തിൽ ഇത്രയാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. സർ, ഈ പൊതുവേ നമ്മൾ പ്രതിക്കൂട്ടി നിർത്തുന്ന ഒരു ആഹാരമാണ് നമ്മുടെ ചോറ്, അരി ആഹാരം. പക്ഷെ മലയാളിയുടെ പ്രധാന ആഹാരം അത് തന്നെയാണ്. എല്ലാവരും നമ്മൾ കുട്ടിക്കാലം മുതലേ അത് ശീലിച്ചു വരുന്നതാണ്. അപ്പോൾ പ്രമേഹം മാത്രമല്ല, കരൾ രോഗം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഇത് ക്ഷണിച്ചു വരുത്തുന്നു, അമിതമായി നമ്മളിത് കഴിക്കുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും ഇത് പ്രതിക്കൂട്ടി നിർത്തേണ്ട ഒരു ഭക്ഷണമാണോ ഈ അരി ആഹാരം? ഇതിന് ഉത്തരം പറയുന്നത് വളരെ ശ്രദ്ധിച്ചു വേണമെന്ന് ഞാൻ കരുതുന്നു. കാരണം നാം മലയാളികൾക്ക് ഏറ്റവും നല്ല ഭക്ഷണം അരി ഭക്ഷണമാണ്, സംശയമില്ല. അരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്താണ് ഇൻസുലിൻ ഏത് തരത്തിലാണ് നമ്മളുടെ മെറ്റബോളിസത്തെ
പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇൻസുലിനും കാർബോഹൈഡ്രേറ്റുമായിട്ടുള്ള ബന്ധമാണ്. അതുകൊണ്ട് അമിതമായി അല്ലെങ്കിൽ അധികരിച്ച കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം ഒരു പക്ഷേ നമ്മുടെ ഇൻസുലിൻ്റെ എഫിഷ്യൻസിയെ കുറയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് ആണ് എല്ലാവരും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ അമിതമായി കാർബോഹൈഡ്രേറ്റ് അഥവാ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നത്തിന് സാധ്യതയുണ്ട്. നമുക്കിപ്പോൾ അടുത്തായിട്ട് വന്നതായി ചില പ്രബന്ധങ്ങൾ സൂചിപ്പിക്കുന്നത്, ഞങ്ങൾക്കും ഒരു പഠനമുണ്ട്, ലിവറിൽ വരുന്ന അസുഖം. വളരെ സിമ്പിളായിട്ടുള്ള ഭാഷ നമുക്ക് പറയുകയാണെങ്കിൽ ഫാറ്റി ലിവർ. ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അമിതമായ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗമാണ് എന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. എന്ന് വെച്ച് നിങ്ങൾ ചോദിക്കുകയാണ്, ഇത് കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഒഴിവാക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ കാര്യം മിതത്വത്തിൽ, വളരെ ചെറിയൊരു പഴഞ്ചൊല്ല് പറയുകയാണെങ്കിൽ അധികമായാൽ അമൃതം വിഷം എന്ന ഒരു തത്വം നാം സ്വീകരിക്കുകയാണ് ഇതിലോട്ട് വേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നൊരു തെറ്റിദ്ധാരണ മധുരം ഒഴിവാക്കലാണ്. തെറ്റിദ്ധാരണയല്ല, മധുരം ഒഴിവാക്കണം. അതിനൊപ്പം കൊഴുപ്പുള്ള ഭക്ഷണത്തിന് യാതൊരു നിയന്ത്രണവും പ്രമേയ രോഗികൾ വരെ ചെയ്യാറില്ല. വിത്തൗട്ട് ചായ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു മട്ടൻ ബിരിയാണി, അതൊക്കെയാണ് നമ്മുടെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ കൊഴുപ്പും പ്രധാനമായും പ്രമേയ രോഗികൾ ഒഴിവാക്കേണ്ടതല്ലേ സാർ? തീർച്ചയായിട്ടും ഇതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നിനെ ഒഴിവാക്കി ഒന്ന് ചീഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നിന് വളം എന്നുള്ള തരത്തിലുള്ള ഡിസ്കഷൻ നമുക്ക് ശരിയാവില്ല. മിതത്വത്തിലെല്ലാം ഞാൻ എൻ്റെ കുടുംബത്തിൽ കണ്ടിട്ടുള്ള ഒരു ചരിത്രമാണ് പറയുകയാണെങ്കിൽ, അവർ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ ചായയിൽ ഒരു വിധത്തിലും പഞ്ചസാര ഇടില്ല. നമ്മൾ ചായയിൽ പഞ്ചസാര 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഭക്ഷണം മൊത്തത്തിൽ കുറയ്ക്കുകയല്ലാതെ ഒരു സ്പൂൺ പഞ്ചസാര ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ചുകൊണ്ട് അതൊരു ചികിത്സാവിധിയായിട്ടോ ആരോഗ്യപരമായ ഒരു പ്രവണതയായിട്ടോ നമുക്കത് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൊഴുപ്പിന് നിയന്ത്രിക്കൽ ആവശ്യമാണ്. നിങ്ങൾക്കെല്ലാം അറിഞ്ഞ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മളുടെ ജനങ്ങളുടെ ഇടയിൽ കീറ്റോ ഡയറ്റിനെ പറ്റി വളരെ കാര്യമായിട്ട് സംസാരിച്ചിരുന്ന കാലമുണ്ട്. അത് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് വളരെ കുറയ്ക്കുക, കൊഴുപ്പ് അത് കഴിക്കാൻ പറ്റുന്നില്ല ജനങ്ങൾക്ക്. എത്ര ജനങ്ങൾ കഴിക്കും? വളരെ കുറച്ച് ദിവസം കൊണ്ട് നടക്കുകയല്ലാതെ സ്ഥിരമായിട്ട് കൊണ്ട് നടക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് ബാലൻസ് ചെയ്തിട്ടുള്ളതായ ഭക്ഷണ ക്രമീകരണമാണ് നമുക്ക് വേണ്ടത് എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുമല്ലോ സാർ. കറക്റ്റ്. അപ്പോൾ പ്രമേഹ രോഗം വരുന്നതിന് മുമ്പുള്ള രോഗികളല്ലാത്ത ഒരാൾക്ക് ഒരു ദിവസത്തെ ബാലൻസ്ഡ് ഡയറ്റ് സാറിന് റെക്കമെൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇത് വളരെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ, സത്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മൾ ആരൊക്കെയാണ് നമുക്ക് അതിന് തിരഞ്ഞെടുക്കാൻ നമുക്ക് ആദ്യം പഠിക്കാം. ആദ്യമായിട്ട് എൻ്റെ ഫാദറിനും മദറിനും പ്രമേഹം ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വരാൻ സാധ്യതയുണ്ട്. എൻ്റെ ജീവിതം വളരെ ഇറാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടുന്നേലും ഭക്ഷണം കഴിക്കുന്നു, തീരെ എക്സസൈസ് ഇല്ല, തീരെ അനക്കമില്ല, മാനസിക പിരിമുറുക്കം വളരെ കൂടുതൽ, ആ അവസ്ഥയിൽ എനിക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 30 വയസ്സ് കഴിഞ്ഞാലോ 35 വയസ്സ് കഴിഞ്ഞാലോ നമ്മൾ ഒതുങ്ങണം. എന്താണ് ഒതുങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ കാര്യം ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം കൊണ്ടുവരട്ടെ. ആദ്യം നമ്മൾ അമ്മിഞ്ഞപ്പാൽ എന്ന് പറയുന്ന മാതിരി അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിലോട്ട് മടങ്ങട്ടെ. ഫാസ്റ്റ് ഫുഡ് സിസ്റ്റം എൻ്റർടൈൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഇപ്പോഴേ തുടങ്ങട്ടെ വ്യായാമം. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ വ്യായാമത്തിന് വേണ്ടി ജിമ്മിലൊന്നും പോകണമെന്നൊന്നുമില്ല. ആദ്യമായിട്ട് വേണ്ടത് നമ്മളുടെ വീടിൻ്റെ സൈഡിൽ ജോലി ചെയ്യാം, അല്ലെങ്കിൽ നടക്കാം, അല്ലെങ്കിൽ ഓടാം, ചാടാം. ഇങ്ങനെയുള്ളതായ എക്സസൈസിലൂടെ നമുക്ക് നല്ലൊരു ശതമാനം വ്യക്തികൾക്ക് ഈ പ്രമേഹത്തെ മാറ്റി നിർത്താം, അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്യാം. അതുകൊണ്ട് ഇത് പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ ഡയബറ്റിസ് ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്കും ചെറിയ രീതിയിൽ പ്രമേഹം തുടങ്ങിയ അവസ്ഥയാണ് പ്രീ ഡയബറ്റിസ് എന്ന് പറയുന്നത്. അവർക്കും നമുക്കിത് തുടർന്നില്ലെങ്കിൽ തുടങ്ങാം, തുടങ്ങിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളം ഏറ്റവും കൂടുതൽ ആരോഗ്യ രംഗത്ത് എത്രമാത്രം നമ്മൾ നേട്ടം കൈവരിച്ചോ അത് പുറകിലോട്ട് പോകാനാണ് ഈ ലെവലിൽ പോയാൽ സാധ്യത. അതുകൊണ്ട് തന്നെയാണ് കേരള ഗവൺമെൻറ്റും എല്ലാ സർക്കാർ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരും സ്ഥാപനങ്ങളും ഈ പ്രീ ഡയബറ്റിസ് സ്പേസിൽ അല്ലെങ്കിൽ ഡയബറ്റിസ് പ്രിവെൻഷനെ പറ്റി വളരെയധികം സംസാരിക്കുന്നത്. അതിനു വേണ്ടിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്ന ഡയബറ്റീസിൻ്റെ വെൽബീയിങ്ങും കിട്ടണമെങ്കിൽ വളരെയധികം പ്രമേഹം മൂർച്ഛിച്ചൊരു വ്യക്തിക്ക് ഒരിക്കലും കിട്ടാൻ എന്താണ് വിദ്യ? വരാനുള്ളത് തടയുകയും വന്നു കഴിഞ്ഞാൽ
ആ ആരംഭഘട്ടത്തിൽ തന്നെ ശരിയായ രീതിയിൽ ചികിത്സ ചെയ്യുക, നല്ല രീതിയിൽ മരുന്നുകൾ ചെയ്യുക, അതോടുകൂടി തന്നെ നമുക്ക് വെൽബീയിങ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ സാർ, ധാരാളം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അത് കൃത്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ധാരാളം മാനസിക സമ്മർദ്ദം തുടർച്ചയായി അനുഭവിച്ച ഒരാൾ ഈ ഷുഗർ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ കൂടി നിന്നു എന്ന് കേട്ടു. അപ്പോൾ ഈ സമ്മർദ്ദവും ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലും തമ്മിൽ ഡയറക്റ്റ് ബന്ധമുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ ടെൻഷൻ കൂടിയാൽ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം വന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ ധാരാളമുണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോർട്ടിസോൾ ഹോർമോണുണ്ട്, അഡ്രിനാലിൻ ഹോർമോണുണ്ട്, ഗ്ലൂക്കഗോൺ ഹോർമോണുണ്ട്. ഈ എല്ലാ ഹോർമോണുകളും ഇൻസുലിൻ്റെ ശത്രുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹോർമോണുകളുടെ ലെവൽ കൂടുകയും ഇൻസുലിൻ്റെ കാര്യക്ഷമത വളരെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സിക്കേണ്ടി പോലും വരും. അതിന് നമുക്ക് വളരെ കാര്യമായിട്ട് പറയാനുള്ള ചില രാഷ്ട്രീയക്കാർ ചിരിക്കുമെങ്കിലും അവരുടെ മാനസിക പിരിമുറുക്കം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തെ ഒരു പരിധിയിലപ്പുറം അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കൺട്രോൾ ചെയ്തെടുക്കാൻ ആണ് എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയുള്ളത് സാർ, ഈ പ്രമേഹ ചികിത്സയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്ന കേരളത്തിൽ പോലും തെറ്റിദ്ധാരണകളുണ്ട്. എന്ത് സംശയത്തോടെയാണ് നമ്മൾ പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളെയും ഇൻസുലിനെയും ഒക്കെ കാണുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ കൃത്യമായും പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കൃത്യമായി ചികിത്സിക്കാതെ വല്ലാതെ ശരീരത്തെ പ്രമേഹം ബാധിക്കുമ്പോഴാണ് നമ്മൾ ചികിത്സ തേടി പോകുന്നത്. അപ്പോൾ ന്യൂറോപ്പതിയൊക്കെ ബാധിച്ചൊരവസ്ഥയിലാവും. അപ്പോൾ എന്താണ് സാർ പ്രമേഹ ചികിത്സയെക്കുറിച്ച് ആളുകൾക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവാനും തെറ്റിദ്ധാരണ ഉണ്ടാവാനും കാരണം? ആദ്യത്തെ കാര്യം, നമ്മുടെ സയൻസ് ആസ്പദമാക്കി വേണം നമ്മുടെ ചികിത്സ നടത്താൻ. ഇപ്പം നമുക്ക് പലതും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഗൂഗിൾ ട്രീറ്റ്മെൻറ്റ്, വാട്സപ്പ് ട്രീറ്റ്മെൻറ്റ് കാലമായിപ്പോയി. ഗൂഗിൾ എത്ര ശതമാനം വിശ്വസിക്കാം എന്ന് എനിക്കറിയില്ല, വാട്സപ്പിൽ എത്രമാത്രം വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വിശ്വസിക്കാവുന്ന നമ്മളുടെ ഗ്രന്ഥങ്ങളുണ്ട്. അത് വെച്ച് ചികിത്സിച്ചാൽ ഒരു പ്രശ്നമില്ല. ഒരു 10 പേര് ഒരുമിച്ച് പാമ്പിനെ തല്ലിയാൽ പാമ്പ് ചാകില്ല എന്ന് പറയുന്ന മാതിരി വാട്സപ്പ് മെസ്സേജും ഗൂഗിൾ മെസ്സേജും ഉപയോഗിക്കുന്നത് വളരെ കൃത്യമായിട്ടായിരിക്കണം. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് എല്ലാവർക്കും ഗ്രന്ഥങ്ങൾ വായിക്കും. ബൈബിൾ വായിച്ചാൽ, ഖുറാൻ വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ബേസിക് വിവരമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ വായിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ ബേസിക് അടിസ്ഥാന യോഗ്യത ഉണ്ടാവണം. അവർ വായിച്ച് മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചികിത്സ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ല. പിന്നെ കുറേ എന്താ പറയുക, ചില ദുഷ്ടശക്തികളെന്ന് മറ്റെന്താ വേണമെങ്കിലും പറയാം, പടച്ചുവിടുന്നതായ തെറ്റായ ധാരണകൾ നമുക്ക് ഇതിന് ഒരു ആക്കം കൂട്ടുന്നു എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നും കിഡ്നിയെ ബാധിക്കുന്നില്ല, പ്രശ്നങ്ങൾ വരുന്നില്ല. അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കരുത്, അനാവശ്യമായി അതിനോട് കൂടെ കഴിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ശരിയായ രീതിയിൽ കൃത്യമായി നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് വിശദമായി പരിശോധിക്കുകയും പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് ഗുളിയാണ് വേണ്ടത് എന്ന് അവരെ കൊണ്ട് തീരുമാനിപ്പിക്കുകയും അതിനുശേഷം ചികിത്സാവിധി തുടരുകയാണ് വേണ്ടത് എന്ന് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീകളിൽ സാർ ഈ പ്രമേഹ രോഗവും ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ വളരെ കൂടുതലാണ്. പണ്ട് കുറവായിരുന്നു, നമ്മുടെ അമ്മമാർക്ക് രോഗങ്ങൾ കുറവായിരുന്നു. സ്ത്രീകളുടെ രോഗമായിട്ട് എനിക്ക് തോന്നുന്നു പ്രമേഹത്തെ പോലും നമ്മൾ കരുതുന്നില്ല, രക്തസമ്മർദ്ദത്തെ ഒന്നും കരുതുന്നില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു 50 വയസ്സിനും ഒക്കെ ഉള്ള സ്ത്രീകൾ ഈ രോഗത്തിന്റെ പിടിയിലാണ്. എന്തായിരിക്കും സാർ അതിന് കാരണം? ജീവിതശൈലി പ്രധാനപ്പെട്ട ചോദ്യം. സ്ത്രീകളും പ്രമേഹം ഒരു കാര്യം, നമ്മുടെ സാമൂഹ്യ അവസ്ഥ അല്ലെങ്കിൽ സെറ്റപ്പ് ഒരു പ്രത്യേക രീതിയിലാണ്. പലപ്പോഴും അമ്മമാർ പുറത്തിറങ്ങാറില്ല. അമ്മമ്മമാർ മറന്നു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ മക്കളായിരിക്കാം അവരെ ഫീഡ് ചെയ്യുന്നവർ. അങ്ങനെ വരുമ്പോൾ അവർ പറയുന്നില്ല. മക്കളാണെങ്കിലും മക്കളെ മോനെ ഉപദ്രവിക്കാൻ പറ്റില്ല, 2 ദിവസം മരുന്ന് കഴിച്ചേക്കോ, എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അപ്പം ഞാൻ മരുന്ന് കഴിക്കുന്നില്ല, മരുന്ന് വേണ്ട മക്കളോട് പറയുന്നില്ല, ചെക്കപ്പ് ശരിയായ രീതി നടത്തുന്നില്ല. ചെക്കപ്പ് വേണമെങ്കിൽ ലാബിൽ പോകണം, എൻ്റെ മോനെ ബുദ്ധിമുട്ടിക്കണം, ഞാൻ പോകാൻ തയ്യാറല്ല. മറ്റൊരു രസകരമായ ഫിനോമിനൻ, അമ്മമാർ പറയും കുറച്ച് കഴിയുമ്പോൾ കാല് വേദന, മുട്ടൊക്കെ, എനിക്ക് നടക്കാൻ വയ്യ ഡോക്ടറെ. അത് മറ്റൊരു കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭക്ഷണം കഴിക്കുന്നതിൽ അവർക്ക് വേറെ പ്രശ്നമുണ്ട്. ഭക്ഷണം, മലയാളികളുടെ സംസ്കാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനാവശ്യമായി ഭക്ഷണം അവർക്ക് നശിപ്പിച്ച് കളയാൻ താല്പര്യമില്ലാത്തവരാണ്.
അപ്പം ഞാൻ കഴിച്ചതിന് ശേഷം കുറച്ച് ഭക്ഷണം വന്നാൽ എനിക്ക് മതിയെങ്കിലും എൻ്റെ ഭാര്യ നോക്കിയിരിക്കും, ഇത് കളയാൻ പറ്റില്ലല്ലോ, അപ്പം ഞാനത് കഴിക്കട്ടെ, അതെടുത്ത് കഴിക്കും. അപ്പോൾ അത് നമ്മൾ കണക്കി കൂട്ടില്ല. നമ്മൾ ഡോക്ടർമാർ ചോദിക്കുമ്പോൾ അമ്മമാർ പറയും, ഏയ് ഞാനൊന്നും കഴിക്കാറില്ല, ഇതൊന്നും അവർ കണക്കി കൂട്ടില്ല. അപ്പം അങ്ങനെ അവരുടെ ഭക്ഷണം കുറച്ചും കൂടി ഇറാറ്റിക്കാണ്. ഒരു പക്ഷെ അവർ ഭക്ഷണം മറ്റുള്ളവർ കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാം, എന്നിട്ട് ഞാൻ കിടക്കാം എന്നുള്ള അവരുടെ ഒരു മലയാളിയുടെ നല്ല സ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളുടെ പ്രമേഹത്തിൻ്റെ ചികിത്സാ വിധി കുറച്ച് സങ്കീർണതയിൽ എത്തിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കുട്ടികളിലും ഉണ്ടല്ലോ സാർ, ടൈപ്പ് 1 അല്ലാതെ ടൈപ്പ് 2 ഡയബറ്റീസ് ഉള്ള കുട്ടികളുണ്ട്. അല്ലാതെ അമ്പരപ്പിക്കുന്ന ഒരു വിവരമാണ് സാർ അത്. എന്തുകൊണ്ടാണ് കുട്ടികളിൽ അങ്ങനെ? അത് ഈ ചോദ്യത്തിനാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ഞങ്ങളുടെ ഈ പ്രമേഹത്തിന് വേണ്ടിക്കൊണ്ട് മാത്രമുള്ള സ്ഥാപനത്തിൽ ധാരാളം കുട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 1 അല്ല, ടൈപ്പ് 2. ഈ ഒരു അവസ്ഥ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളുടെ യുവജനത അല്ലെങ്കിൽ അടുത്ത് വരാൻ പോകുന്നതായ ജനറേഷൻ നമുക്ക് തീരെ ആരോഗ്യമില്ലാത്ത കുട്ടികളായി മാറുകയാണ്. മെഡിക്കൽ ഫ്രട്ടേണിറ്റി വിഷമിക്കുന്നു ഈ കാര്യം കണ്ടിട്ട്. എന്താണ് ചെയ്യാന്നറിയില്ല. ഇതിന് കാരണം എന്ത്? പല കാരണങ്ങൾ നമുക്ക് പറയാം. ഉദാഹരണമായിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്ന ചെയ്യാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അതാണോ അബ്നോർമൽ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന കാലം. ഞാൻ പറയും, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത കുട്ടികൾ നോർമലാണോ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന കാലം. ഫേസ്ബുക്ക് ഇല്ലെങ്കിൽ അബ്നോർമലാണ് ചിന്തിക്കുന്ന കാലം. അവർ മാക്സിമം സമയം ഈ മൊബൈലിൽ വെച്ചിരിക്കുന്നു. ഒരു എക്സസൈസും ഇല്ല. ഫാസ്റ്റ് ഫുഡ് സിസ്റ്റം, ഹൈ കലോറി ഫുഡ്, പ്രത്യേക തരത്തിലുള്ളതായ രീതിയിലുള്ള ഭക്ഷണത്തിൻ്റെ പാചകം, പല കാരണങ്ങൾ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളുടെ മലയാളികൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ജീവിതം വളരെ നല്ല രീതിയിൽ പോകണമെങ്കിൽ കാലേ കൂട്ടി ഈ പ്രശ്നത്തെ കാണുകയും പ്രതിരോധത്തിനുള്ളതായ സ്റ്റെപ്സ് എടുത്ത് പോയില്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു 10-15 വർഷം കഴിഞ്ഞ തീരെ ആരോഗ്യമില്ലാത്ത കുട്ടികൾ, അല്ലെങ്കിൽ ഒരു ആരോഗ്യമില്ലാത്ത യുവാവെന്നോ വയോവൃദ്ധനെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. പക്ഷേ അതൊരു യാഥാർത്ഥ്യമായി വരാൻ പോകുന്നു ഇത്തരത്തിൽ കേസുകൾ പോയാൽ എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സാർ, ജീവിതത്തിൽ പ്രമേഹത്തിനൊപ്പം സഞ്ചരിച്ച് ജീവിതം മധുരമുള്ളതാക്കാൻ ശരിക്കും എന്താണ് ഒരാൾ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചിട്ടപ്പെടുത്തൽ. രാവിലെ എഴുന്നേൽക്കുന്നു, മിനിമം എക്സസൈസ് ചെയ്യുക, രസകരമായ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും അതിന് നമുക്ക് കുറച്ച് എണ്ണ അധികം ഉപയോഗിക്കാതിരിക്കുക. എണ്ണ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല, ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. പലതരത്തിലുള്ള എണ്ണ ഉപയോഗിക്കുക. അങ്ങനെ നമുക്ക് എണ്ണയെ നമുക്ക് ഇത് ചെയ്യാം. പ്രോട്ടീൻ കഴിക്കാം. ഫസ്റ്റ് ക്ലാസ് പ്രോട്ടീനായ മുട്ട, പാല്, പല സാധനം പയറുവർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. അതോടുകൂടെ തന്നെ വ്യായാമത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ജീവിതം കുറച്ചും കൂടി റിലാക്സ് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കുഴപ്പമില്ല, അതും ചെയ്യാം. അത്തരത്തിൽ നമ്മുടെ ഉച്ചയ്ക്ക് ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കാൻ നോക്കുക. ടെൻഷൻ കുറച്ച് ഒഴിവാക്കുക. മടി പിടിച്ച് കൂടുതൽ നേരം ഇരിക്കാതിരിക്കുക. 30 മിനിറ്റിനേക്കാളും കൂടുതൽ ഇരിക്കാതെ 30 മിനിറ്റ് കഴിഞ്ഞൊരു 10 സ്റ്റെപ്പൊക്കെ നടന്ന് പുകവലി നടത്താതിരിക്കുക. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ പിടിച്ച് കെട്ടാൻ പറ്റും എന്നുള്ള കാര്യം പറയാതിരിക്കുന്ന വയ്യ. വളരെ നന്ദി സാർ. താങ്ക് യു.